നമ്മളിപ്പോൾ ഏകദേശം 20,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ഇതിൽ പറക്കിക്കൊണ്ട് പോവുകയാണ്. ഇതിൽ കുറേ പെപ്സി ഉണ്ട്, കുറേ പെപ്സികളൊക്കെ കിടപ്പുണ്ട്. ഇട്ടൊക്കെയാണ് ഇവിടെ ഒരു കുട്ടിയെ തൊട്ടിലിൽ തൂക്കിയിട്ടൊക്കെയാണ് അതിന്റെ നമ്മുടെ അടുത്ത ദിവസമായപ്പോൾ ഞാൻ വേറൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വീണ്ടും കരോളയുടെ അപ്പാർട്ട്മെന്റിൽ ഒന്ന് കുറച്ച് സാധനം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മാരേജ് എന്തോ നടക്കുവാണ്. ഞാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ ഇത് ഓഫ് ചെയ്തു തോന്നുന്നു. ഇവർ മ്യൂസിക് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇവിടെ മാരേജ് നടക്കുവാണെന്ന് തോന്നുന്നു. അവിടെ അവർ ഷാമ്പയിനൊക്കെ കൊടുത്തതാണ്ട് ഷാമ്പയിനൊക്കെ ആളുകൾക്ക് വിതരണം ചെയ്യുവാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ വീഡിയോ പകർത്താനായിട്ട് കുറേ അപ്പന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവർ കുറേ ഫ്ലവറൊക്കെ താഴെ കിടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ കേട്ടോ ഞാൻ വന്നപ്പോൾ. നമ്മളിതാ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു പിക്നിക് പോലത്തെ ഒരു സംഭവത്തിന് പോവാണ്. ഒരു റിവർ റാഫ്റ്റിങ്ങിന് പോവുകയാണ്. ഇവിടെ നമ്മൾ സൈക്കിള് വണ്ടിയുടെ മുകളിൽ വെച്ച് കെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുഴയുടെ അടുത്ത് പോയിട്ട്, ഈ സൈക്കിൾ എന്തിനെന്ന് വെച്ചാൽ നമ്മൾ പുഴയിൽ റാഫ്റ്റിന് പോയിട്ട് ഒരാൾ സൈക്കിളോട്ടിൽ പോകണ്ടേ, അതിനു വേണ്ടിയാണ്. എനിക്ക് വേണ്ടി പപ്പ സിം നൂഡിൽസ് ജസ്റ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി സിം നൂഡിലൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ വേണ്ടി പോവാം. നമ്മളിവിടെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ട്രാമിൻ്റെ ഇടയിൽ കൂടെ ആണ് കേട്ടോ പോകുന്നത്. ഇവിടെ ട്രാം അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടാണ്. നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു. You say asshole? What's that? Asshole. No. I understood that. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആസോൾ എന്നാണ് കേട്ടോ അവർക്ക് മനസ്സിലായത്. ഓ ജോസഫ് തോണ്ടേ നമ്മുടെ കരോളയുടെ സഹോദരൻ. ഓ because you are topper bro. Are you topper in the class? No, it's Yuval. It's the other one. Oh sorry. It's not the boxer, bro. മറ്റേ ആളാണ് കേട്ടോ, ഇവനല്ല, മറ്റേ ബ്രദർ ആയിരുന്നു. അവൻ വേറെ ഇവിടെ കറങ്ങാൻ പോയിരിക്കുക. മുറെന്ന് പറയുന്ന ഒരു നദിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ടണൽ അടുത്തിരിക്കുകയാണ്. നല്ല ഫുള്ള് ആൽപ്സ് പർവ്വതത്തിന്റെ ഒരു അറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ആൽപ്സ് പർവ്വതം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഭാഗം. നല്ല രസമുള്ള പഴയ ബിൽഡിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പുഴക്കരികിലാണ് പോകുന്നത്. പുഴക്കരികിൽ പോയിട്ട് വെള്ളത്തിൽ നീന്തി കളിക്കാനാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി ഇത്രയും നേരം വിചാരിച്ചിരിക്കുന്നത് ഇവര് റാഫ്റ്റിൽ പോവുകയാണെന്ന്. നമ്മൾ റാഫ്റ്റ് ഇട്ട് പോകുന്ന ഹരിദ്വാറിലേക്കുള്ള വെള്ളച്ചാട്ടമല്ലേ, അതുപോലുള്ള പുഴയിൽ ഇവര് പോകുന്നത് നേരെ സിമ്മയിലാണ് പോകുന്നത് കേട്ടോ. നല്ല രസമുള്ള വില്ലേജുകള്, ചെറിയ ചെറിയ ആപ്പിൾ മൗണ്ടൻ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി ഫാർമേഴ്സിന്റെ സ്ഥലങ്ങളാണ് കേട്ടോ, ഇടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ പുഴ. Yeah, now I'm very sure. I cannot come. You are very sure? Yeah. ഇന്നെല്ലാം കൊണ്ടിട്ട് കൊല്ലാൻ വേണ്ടി പോവാണ്. Yeah, I will see the height. So നമ്മൾ ആക്ച്വലി എവിടെയോ കൊണ്ടുപോയിട്ട് ബൈക്ക് ഇടാൻ വേണ്ടി പോവാണ്. നമ്മളേതോ ഒരു അടിപൊളി ചർച്ചിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. നമ്മള് മരണത്തിലോട്ടാണ് പോകുന്നത്. We are going to hell. To hell? No, it's hotter. Hell is hotter. Yeah. So now we are going to heaven. It's in heaven, yeah. ഇവിടുന്ന് ഇവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ പോകുന്ന റിവർ എന്ന് പറയുമ്പോൾ എന്താണ്ട് ഈ തൊട്ടടുത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേറെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മൾ സൈക്കിൾ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് സൈക്കിൾ ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ പോയി സ്വിം ചെയ്തിട്ട് അവിടെ നിന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് വന്നിട്ട് പപ്പ വന്ന് കാർ എടുത്തിട്ട് അങ്ങോട്ട് വരും കേട്ടോ. അതാണ് നമ്മുടെ പ്ലാന്. ഞാൻ കാണിച്ചു തരാം, നമ്മുടെ റിവർ കാണിച്ചു തരാം. ഇവരെന്നെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇവിടെ ക്യാമ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ക്യാമ്പിംഗ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്.
ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെ കുറേ പേര് സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ട്. ദാ ഈ റിവറിലാണ് അവർ നീന്താൻ വേണ്ടി പോകുന്നത്. ഇതിൽ അവർ എന്നെയും കൂടെ കൊണ്ടുപോകുവാണ് കേട്ടോ. ദാ നമ്മൾ വെള്ളത്തിലോട്ട് പോവാണ്. എല്ലാവരും തന്നെ പോകുന്നുണ്ട്. ഞാൻ മാത്രം എനിക്കെന്തോ കേട്ടോ, എനിക്കിത് കണ്ടിട്ട് എന്തോ പോലെ ഒരു ചെറിയ, എനിക്ക് വെള്ളത്തിൽ ഭയങ്കര ഇതാണ്. ഇവൻ കരോളയും റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാൻ. അങ്ങനെ അവര് പോവാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഓ ഓ അവരെല്ലാം തോണ്ടേ നീന്തി പോയിട്ടുണ്ട്. ഓ അടിപൊളി കേട്ടോ. ഓ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു പുഴയുടെ അടുത്ത് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു വില്ലേജാണ്. ഈ വില്ലേജിൽ തന്നെ ഇങ്ങനെ ഫുള്ള് കോണിൻ്റെ പരിപാടികളാണ്. കോൺ കൃഷിയാണ് കേട്ടോ. നമുക്കിവിടെ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചോളത്തിൻ്റെ കൃഷിയാണ്. അവിടെ ഈ മലമുകളിലായിട്ട് നമുക്ക് ചെറിയൊരു വില്ലേജ് കാണാം. നല്ല രസമുണ്ട്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മസായിമാരെ കാര്യമാണോ നിൽക്കുന്നത്. നമ്മളൊരു ചെറിയൊരു പുഴക്കരയിൽ വന്നിട്ട് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ക്യാമ്പിംഗ് പ്ലേസ് ആണ്. ഇവിടെ ആളുകളൊക്കെ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. I look like this woman from Rajasthan. Yeah, you look like Rajasthani. They don't show their face, but they show their butt too, you know, poop. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. Hello, boxer bro. Yeah, we have freedom of movement even, you know. I think the problem, I think it's easy to talk. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഐം കമ്മിങ്. നമ്മൾ ഇതാണ്ട് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോകണം. ഇവിടെ കണ്ടില്ലേ ഗാസി വീസ എന്ന് പറയുന്ന ഗാസി വീസ, അതായത് പട്ടിക്ക് പൂപ്പിയാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആ കാണുന്ന ഏരിയ. ലെറ്റ്സ് ഗോ ഫ്രം ഗാസി വീസ. ഡോഗ് പൂപ്പിംഗ് ഏരിയ. നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു, വയറൊക്കെ ആയി. Did you have your proper meal? Yeah, I did. ചോറ്. Because Mahin was already complaining. He wanted the proper meal. I didn't come. അടിപൊളി ഏരിയ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല രസമുണ്ട്. ചോളപ്പാടങ്ങളാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്നത്. സൂര്യൻ എന്താ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ ഈ വീടുകളൊക്കെ കാണാനായിട്ട്. തടിയിലൊക്കെ ഉണ്ടാക്കിയ പഴയ വീടുകൾ. ഇത് കണ്ടിട്ട് കൊട്ടാരം പോലെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പഴയ പണ്ടത്തെ രാജാക്കന്മാര് താമസിക്കുന്ന പോലത്തെ അതുപോലത്തെ മനകൾ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു വീട്ടിന്റെ ഇവിടെ കണ്ടില്ലേ ഒരു വീട്ടിന്റെ അകത്ത് ദാണ്ട ഈ ഒരു കൊക്കിനെ ഇട്ടൊക്കെയാണ്. ഇവിടെ ഒരു കുട്ടിയെ തൊട്ടിലിൽ തൂക്കിയിട്ടൊക്കെയാണ്. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, സംഭവം പറഞ്ഞാൽ അതിന്റെ പിറകിലൊരു കാരണമുണ്ട്. അതായത് ഇവിടെ ഒരു കുട്ടി പിറന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഈ ഒരു കൊക്കില് തൊട്ടിൽ തൂക്കിയിട്ടിട്ട് ഒരു കുട്ടിയുടെ ഇത് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ വെക്കാറുണ്ട്. സോ യുവർ മം ആൾസോ ഡിഡ് ദ സെയിം ലൈക്ക് no? Some people do. It's a cultural thing. Yeah, it's a cultural thing. ഓ പഴയ ഇവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ But our neighbors did, for example. They had it for like 2 weeks. നമ്മൾ വരുന്ന വഴിയിൽ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മംഗോളിയൻ എന്തോ പരിപാടി നടക്കുവാണ്. ഇവിടെ കുറേ കാറുണ്ടല്ലോ. ഇത്രയും മംഗോളിയൻ ഫെസ്റ്റിവൽ ഞാനിവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ സ്പെഷ്യലി പെട്ടെന്ന് തന്നെ ഞാൻ മംഗോളിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതാണ്ടേ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മളൊരു ഫെസ്റ്റിവലിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അവർ മംഗോളിയൻ പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുവാണെന്നുള്ള കൊള്ളാലോ. ഇന്ത്യൻ സോറി ഐ ഫോർഗോട്ട്. ഇവിടെ അവർ എന്തൊക്കെ മംഗോളിയൻ ക്യാൻഡീസും സംഭവങ്ങളൊക്കെ വിൽക്കുവാണല്ലോ. ഓ അടിപൊളി കേട്ടോ. ബേബി ഇവിടെ ഇത് മംഗോളിയൻ സോക്സ് ആണ് അവർ വിൽക്കുന്നത്. എന്തൊക്കെയോ സാധനങ്ങൾ അവർ വിൽക്കുന്നത്. ഹായ്, ഹൗ ആർ യു? യു സൈഹാൻ യാ. ഓ ബൈത്ല
Baidula. Baidula. Oh, Baidula. Where in Mongolia your house? Where in Mongolia? Ulaanbaatar? Yeah, Ulaanbaatar. I was in Ulaanbaatar 4 days ago. No, 6 days ago. Really? Yeah, it's nice. I went to Ulaanbaatar, Horhin. Thank you. Super. Kendi. Hitchhiking nomad. Let me just Yeah, you can see my Mongolian video. nomad video. nomad video. അവര് നാട്ടെ ഇതൊക്കെ ഗിഫ്റ്റ് തന്നു കേട്ടോ നമുക്ക്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ മംഗോളിയൻ ഫ്ലാഗ്, മംഗോളിയൻ ഡ്രസ്സൊക്കെ ധരിച്ചു കിടക്കുന്ന കുറെ പേരെ നമുക്ക് കാണാം. അവിടെ കുറെ പേര് ഇന്ന് കളിക്കുകയാണ്. What's your name, bro? Barsa. Barsa, nice to meet you. Nice to meet you as well. Yeah, Baidula. What's your name? Mahin. Mahin. Yeah. Okay. See Where you. are you from? I'm from Indiga. Yeah, India. Indiga, Kerala. Yeah. Bye bye. Thank you so much. Oh, Mongolian candy. Ano? Candy. Oh. Pareho candy. I actually bought one candy for her. I just came few days ago. I bought from Mongolian chocolate candy to her. M means M-O-N. This is what is this? Mon. This is N. Mon. Gay. Monk. Nalam. Nadam. Oh, this is Nadam festival. Oh. Huh? Yeah. You want? Okay, no. This is Hushur. Hu, hum, or, oru. Oruchte. പറ്റില്ല. എനിക്ക് മറന്നുപോയി എങ്ങനെ വായിക്കണം. മംഗോളിയയിൽ വെച്ച് എനിക്ക് നദാം ഫെസ്റ്റിവൽ ആക്കാൻ പറ്റിയില്ല. ഇപ്പൊ ആക്കാൻ പറ്റി. ഇവിടെ എന്തോ പരിപാടി അടക്കമാണ്. അവിടെ മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്നതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോ പരിപാടി അടക്കമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരോട് എന്തായിരുന്നേ? ഓ പുള്ളിക്കാരനോട് എറിയാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരന്റെ കൊള്ളവും നമുക്ക് നോക്കാം. പുള്ളിക്കാരാക്കുന്നില്ലല്ലോ. ഓ, ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഇവിടെ താണ്ടെ മംഗോളിയൻ റെസ്ലിംഗിന്റെ ഇതാണ്. അടിപൊളി കേട്ടോ. മംഗോളിയൻ റെസ്ലിംഗ് ഇതൊക്കെ ഇട്ടിട്ട് നൈസ് കേട്ടോ. ഇവരെനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരുടെ അടിയെല്ലാം നടന്ന് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇവരുടെ മത്സരം വരുന്നെന്ന് തോന്നുന്നു. ഇവര് പ്രൊഫഷണൽ റെസ്ലേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവരുടെ ചെവിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഈ ഒരു കൊച്ചു പയ്യൻ പറഞ്ഞു തന്നത്. നല്ല പയ്യൻ. ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അവിടെ എന്തൊക്കെയോ അവിടെ മംഗോളിയൻ പാട്ടൊക്കെ പാടുവാണ് അവിടെ ആൾക്കാര്. അവിടെ ഒരിടത്ത് ഇവിടെ വടംവലി അടക്കമാണ്. അടിപൊളി. ഇവിടെ ഒരിടത്ത് വടംവലി, അവിടെ പാട്ടുപാടല്, പിന്നെ കുറെ ഇടത്ത് ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന യുവതികളെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. നല്ല ക്യൂട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്സഡ് ആയിട്ടുള്ള ഒരു മംഗോളിയൻ കുട്ടിയാണെന്ന് തോന്നുന്നതാണ്. കുറെ പേര് ഇവിടെ നിന്ന് വലിച്ചു കളിക്കാൻ വേണ്ടി പോവാണ്. Mahin against Big Bro. Here, some strong ones in the back. Oh, they're coming. Let's go.
ഓ അവിടെ കൊച്ചു കുട്ടികൾക്കൊക്കെ അവര് ഇത് കൊടുക്കുവാണ്. ഇവിടെ അവര് ഡാൻസ് കളിക്കുകയാണല്ലോ. അതാണ്ട് നമ്മളൊരു ലിഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു സംഭവം പരിപാടി, ഒരു ക്രേസി പരിപാടിയാണ്. വാട്ട് ഈസ് ഡംസ്റ്റർ ഡംസ്റ്റർ ഡൈവിംഗ്. ഡംസ്റ്റർ ഡൈവിംഗ് എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതായത് തൊട്ടടുത്ത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ്, റൈറ്റ്? നമ്മൾ ഏതൊക്കെ ഇരുട്ടത്തൂടെ ഏതൊക്കെ മതിൽ കടന്നിട്ടാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. ഷോപ്പിംഗ് 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 ഷോപ്പിംഗ്. മതില് കടന്ന് ഇരുട്ടത്ത് മതില് കടന്ന് താണ്ടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് പറക്കിയെടുക്കാം. നമ്മളിവിടെ കാണുന്ന ഒരു ഇത് തുറന്നിട്ടുണ്ട്. ഇവിടെ താണ്ടെ കോള കണ്ടില്ലേ, പെപ്സികൾ, ധാരാളം പെപ്സി, ധാരാളം ജ്യൂസുകൾ, ഡ്രിങ്ക്സ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ബ്രെഡ്, ഇതാ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് ആവശ്യമുള്ള. അതിൽ ഒന്നുമില്ല. ഇതാ ഇവിടെ ഇതിൽ നമുക്ക് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇവിടെ ഇതാ കുറച്ച്, ഇതിലൊന്നുമില്ല. ഇതിൽ നോക്കട്ടെ, ഇതിലിതാ ഇതിൽ കുറേ പെപ്സി ഉണ്ട്. ഇതാ കുറേ പെപ്സികളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അവിടെ കുറേ ബിയർ, ജ്യൂസുകൾ. ഇതാ ഇവിടെ നമ്മുടെ കയ്യിൽ എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. കേക്കുകൾ, ഇതാണ്ട് കേക്കുകൾ കിട്ടിയിട്ടുണ്ട്. It's like when you have pain, you can put it on that. ഓ, നമുക്ക് പെയിൻ വരുമ്പോൾ ഇതുണ്ട്. പിസയ്ക്കുള്ള ബ്രെഡ്, എന്തെല്ലാമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുറേ സാധനങ്ങളുണ്ട്. A lot of tofu. ഓ, തോഫു. ഇതിനൊക്കെ എന്ത് വില ഉണ്ടെന്ന്. ഇതൊക്കെ $800 രൂപയുടെ സാധനം, $10 ഇതിന് വരും. അതിന്റെ സാധനമാണ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. Just have to clean it. അങ്ങനെ നമ്മൾ ട്രാഷിൽ നിന്ന് ഏകദേശം ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചു. നമ്മളിനി തിരിച്ച് പോവുകയാണ്. നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എൻ്റെ അമ്മോ, എന്തൊക്കെ സാധനമൊന്നും അതിൻ്റെ അകത്തുള്ളത്. നമ്മൾ കണ്ടാൽ തന്നെ ഞെട്ടും. അത്രയ്ക്ക് സാധനങ്ങളാണ് ഇവർ വെറുതെ ജസ്റ്റ് ഓരോ ദിവസത്തെ ഡേറ്റ് കഴിഞ്ഞാലൊക്കെ എടുത്ത് കളയുന്നത്. ഈവൻ ബാൻഡേഡ് പോലും കേട്ടോ. നമ്മളെ ബാൻഡേഡ് ഇല്ലേ, അതൊക്കെ നമുക്ക് കുറേ നാൾ ഇരിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലോഡ് സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. You can take this, I will take the bread and one more. ഈ പറക്കിക്കൊണ്ട് പോവാണ്. 10-20,000 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ സത്യത്തിൽ ആക്കിക്കൊണ്ട് പോകുന്നത്. ഇന്ന് നമ്മളിനി കുറച്ച് വന്ന് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. കരോളയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നമ്മളിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്, ഡിന്നർ. അപ്പോൾ അതിനുമുമ്പ് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. അതാണ്ട് ഇവിടെ സൈക്കിൾ പാത്ത് ഓണായി. നമ്മൾ പോട്ടെ. നമ്മളിപ്പോൾ ഓട്ടിക്കുന്ന പുള്ളിയുടെ അനിയൻ്റെ ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ. അതും അവർ ഇതിലേക്കൂടെ നമുക്ക് സൈക്കിൾ പാത്തിൽ കൊണ്ടുപോകാം. ഇലക്ട്രിക് ബൈക്ക് നമുക്ക് ഈ ഒരു പാത്തിലൂടെ നമുക്ക് ഓട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പോയി സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് മഴ പെയ്തു കേട്ടോ. 2 ദിവസത്തിനിടയിൽ ഇന്നാണ് മഴ പെയ്തത്. 4 ദിവസമായി ഞാനിവിടെ. അതിൽ ഇന്നാണ് സത്യത്തിൽ മഴ പെയ്തത്. ഈ കാണുന്ന ഏരിയ ഇവിടെ എമിഗ്രൻസിൻ്റെ ഏരിയ ആണിതാ. ഇവിടെ നമ്മുടെ ഡമാസ്കസ് മാർക്കറ്റ്. ഡമാസ്കസ് എന്ന് പറയുമ്പോൾ സിറിയയുടെ സ്ഥലമാണ്. ഡമാസ്കസ് മാർക്കറ്റ്. അവിടെ കുറേ അറബിയിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ ഓ, അവിടെ പോയാൽ നമുക്ക് നല്ല ഈത്തപ്പഴം കിട്ടുമെന്നാണ് കേട്ടോ ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് അക്തബ് ഇതെല്ലാം കുറേ അറബ്സൊക്കെ ധാരാളം ഇവിടെ ഉണ്ട്. സിറിയയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നുള്ള ധാരാളം റെഫ്യൂജികൾ നമുക്ക് യൂറോപ്യൻ കൺട്രീസിൽ ധാരാളം കാണാൻ സാധിക്കും. യുദ്ധമൊക്കെ കൊണ്ട് അവർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് കുടിയേറുന്നത് പതിവാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇവിടെ തക്കാളിയുടെ വില 1 കിലോയ്ക്ക് 320 രൂപയാണ്. നമ്മളിപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു തക്കാളി ദിസ് ഈസ് 300 rupees more. I
would say 400 almost. ഇത് അടുപ്പിച്ച് 400 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. 400 അല്ല, ഒരു 320 യാ 320 രൂപയാണ് ഈ 4 തക്കാളിക്ക് ഇവിടുത്തെ വില. എന്ത് വിലയാണെന്നോ, ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഭയങ്കര വിലയാണ്. ഇതാ സ്പൈഡർമാനാണോ സൈക്കിളിൽ പോകുന്ന കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഹലോ, ഇവിടെ നമ്മുടെ കുബേർ കുഞ്ചിയൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ നമ്മളെ ക്ലോത്തുകൾ, പിന്നെ അതാണ്ട് ഇവിടെ പിക്കാച്ചു, പിന്നെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് പോലത്തെ ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യയുടെ ഒരു ഡ്രസ്സൊക്കെയാണ് ഇവിടെ. നമ്മളിവിടുത്തെ ഒരു ക്ലോക്ക് ടവർ കാണാൻ വേണ്ടി വന്നതാണ്. ഊത്തോപ്പിലോട്ടാണ് വന്നത്. ഊത്തോപ്പിൽ ഇതാണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട്. ഇവിടെ ഒരു വെള്ളം, ഇവിടെ കുറച്ച് അടുത്ത് റെസ്റ്റോറൻറ്റുകൾ. ഈ മല കയറി വേണം നമ്മൾ ഈ ഒരു ക്ലോക്ക് ടവറിലോട്ട് പോകാനായിട്ട്. ഇവിടെ കുറേ സഞ്ചാരികൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഈ കാണുന്ന എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ കാണുന്നതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ഇത്. ഈ ഒരു മലയിൽ തന്നെ ധാരാളം തുരങ്കങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇതിലേക്ക് ഇപ്പം മ്യൂസിക്കൽ ചെയർ എന്തോ ആണ്. ആഹാ, നല്ല തണുപ്പുണ്ട്. ഇറ്റ്സ് വെരി കോൾഡ്. നല്ല അടിപൊളി തണുപ്പ്. വി ഗോ ടു അതർ? Oh, it's just interesting? You can also walk through no other restaurants. Yeah, it's just until there, right? ഇതുപോലത്തെ ഉള്ള ഒരു You can go through. ഓ, അപ്പുറത്ത് നമ്മുടെ മൗണ്ടനിൽ എത്താൻ പറ്റും. നമ്മൾ ഇപ്പുറത്തെ ഇതിലോട്ട് നോക്കട്ടെ. ഓ, ഇവിടെ ദിസ് ഈസ് ടിക്കറ്റ് പ്രൈസ്. കരുളോ, ദിസ് ഈസ് എ ടിക്കറ്റ് പ്രൈസ്. Yeah, For this is place. for the Märchenbahn, you know, they have like, because there's so many tunnels, they're like tunnels going through, and for one that's like for little kids, you sit in like a little train and then they go through and they like go to different stops, you know? It's like fairy tales. അതായത് നമ്മൾ സബ്വേ സർഫ് ഗെയിം കളിക്കുമ്പോൾ അതിലൂടെ ട്രെയിനിലൂടെ പോകില്ലേ, ഗുഹയിൽ കൂടെ, മറ്റേ അതിനു വേണ്ടിയാണ് അഡൽസിന് വരുന്നതെന്ന് പറയുമ്പം 900 രൂപയാണ്. 900 രൂപ ചിൽഡ്രൻ അവർക്കും 8 യൂറോ ഉണ്ട്. 8 യൂറോ എന്ന് പറയുമ്പോൾ 750 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ അതൊക്കെയാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറട്ടെ. കൊള്ളാം കേട്ടോ. ഗുഹയിൽ കുറച്ച് തണുപ്പുണ്ട്. പിന്നെ എന്തൊക്കെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ കുറച്ച് ബോർഡുകളൊക്കെ അവർ തൂക്കി വെച്ചിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കാണിക്കുന്നത്. ഇതെന്താ, വാട്ട് ഈസ് ദിസ്? This? സുവനീർ. You have to put €1 in this and then you will either get the clock tower or like something else or something else. എനി സുവനീർ. Yeah. ഓ, റാൻഡം ആയിട്ട് No, നമുക്ക് like the 5 cents will be bent into this. ഓ, നമ്മൾ പൈസ ഇടുമ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് എന്തെങ്കിലും സുവനീർ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും റാൻഡമായിട്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്. കൊള്ളാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വെറും ബോറടിക്കുന്ന സെറ്റപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓ, താങ്ക് യു സോ മച്ച്. ഓ, താങ്ക് യു. അവർ ഫ്രീ ആയിട്ട് നമുക്ക് ലിഫ്റ്റിന് പോകാനുള്ള ടിക്കറ്റ് തന്നിരിക്കുകയാണ്. ഓ, ഓസ്ട്രിയൻ ഹോസ്പിറ്റാലിറ്റി. ഇവിടെ നമുക്ക് ടിക്കറ്റിന്റെ എന്തോ മെഷീൻ ഇവിടെ നമുക്കുണ്ട്. അത് ലിഫ്റ്റിന്റെ ഒക്കെ നമുക്ക് ടിക്കറ്റിനൊക്കെയാണ് ഇവിടെ. നമുക്ക് ഇവിടെ വേറൊരു മറ്റൊരു ടിക്കറ്റ് ഓഫീസുണ്ട്. ഈ കാണുന്നതിലൂടെയാണ് നമുക്ക് ഇതുപോലെ ചെറിയ അതാണ്ടേ നമ്മുടെ ട്രെയിനിൽ പോകുന്നത്. അവർ താണ്ടെ ഹാക്കുവാണ്. അവരൊരു യൂറോ ഇട്ടിട്ട് എന്തോ ഗിഫ്റ്റ് വരിപ്പിക്കുവാണ് ഇവിടെ. Ist klemm. എന്ത് പറ്റി? Mitgefühl. Haben wir jetzt einen richtigen? Ja. Ja. Schon so viele, können wir schauen? Ja, natürlich. So nice. Dann alles 5 Cent Stücke. Ja. ഇതാണ് നമ്മുടെ സുവനീർ ഗിഫ്റ്റ്. That's the clock tower. ക്ലോക്ക് ടവറിന്റെ സുവനീർ. നമ്മൾ ക്ലോക്ക് ടവറിൽ പോകേണ്ട ലിഫ്റ്റ് അവിടെ നമുക്കുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റോളറിലായിട്ട് നമുക്ക് വരാം. ഈ കാണുന്നില്ലേ, അത് നമുക്കിങ്ങനെ അതിൽ കൂടെ ചർവി വരാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ഇനി എലിവേറ്ററിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് പറ്റിയ ഒരു ഉപകാരം. ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യണം. What? I think it's invalid. You try? നമ്മളെ വർക്കാവുന്നില്ലേ? കരോളയുടെ നാട്ടിൽ വന്നിട്ട് കരോളയുടെ ഏരിയയിൽ ഒരു ചെറിയ മലയെങ്കിലും നമ്മൾ കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട എന്നുള്ള കാരണത്താലാണ് നമ്മൾ മല കയറാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സമയമുണ്ട്.
നമ്മൾ സോഫിയ കരോളയുടെ ഫ്രണ്ടിൻ്റെ അവിടെ പോകേണ്ട സമയം ഇപ്പോഴില്ല, അതുകൊണ്ട് നമ്മൾ നടന്നു പോവാണ്. കേരളയെ കുറേ ഉണ്ടല്ലോ, ഇത് സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോവാണ്. Are you tired? You look very tired. Have a cold. ദാ ഈ മല കയറിയാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ കയറി കയറി വേണം പോവാൻ. ഇവിടെ ഉള്ള ബിൽഡിംഗ് വളരെ നല്ല രസമാണ്. നല്ല പഴയ ബിൽഡിംഗ് ആണ്. ഇതാ എന്ത് രസമുള്ള ബിൽഡിങ്ങുകളാണ്. ചർച്ചസ് ആയാലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ നടന്ന് ഇതാ മുകളിലെത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് ഗ്രാസിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ കാണാൻ സാധിക്കും. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഏലിയൻ മ്യൂസിയമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലോക്ക് ടവർ. ഇതാണ് നമ്മുടെ ഗ്രാസിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒരു അട്രാക്ഷൻ, ക്ലോക്ക് ടവർ. ഇവിടെ തൻ്റെ സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു ക്ലോക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നടക്കാനും ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഇടമുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് ഈ മലയ്ക്ക് താഴോട്ട് പോവാം. അതാണ് നേരത്തെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ. ഓ ദാറ്റ്സ് എ ലിഫ്റ്റ്. അവിടെയാണ് കേട്ടോ നമ്മുടെ ലിഫ്റ്റ്. അവിടെ പിന്നെ വേറെ ആരുടെ ഒരു പ്രതിമ ഉണ്ട്. അത് ആരുടെ എന്തോ എനിക്ക് അറിയില്ല, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇറ്റ്സ് ഓൾറെഡി 7 o'clock. നമ്മൾ ആക്ച്വലി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് മുകളിലോട്ടൊക്കെ നടക്കാം, അങ്ങോട്ടൊക്കെ ചെറിയ ഇരിക്കാനും ഇതിനൊക്കെ ഉള്ള നമുക്ക് ഇടവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ലെറ്റ്സ് ഗോ വിഗോ. അപ്പോൾ നമ്മൾ ഇനി താഴോട്ട് പോവാണ്. ഇനി നമ്മൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സോഫിയയുടെ അവിടോട്ട് പോകണം. നമ്മൾ ഇനി ഇവിടെ നിന്ന് ലിഫ്റ്റിലാണ് താഴോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ കയറാൻ പറ്റിയില്ല, കാരണം ഈ ലിഫ്റ്റ് താഴോട്ട് വരാനുള്ള ടിക്കറ്റ് ആയിരുന്നു. വെരി എ ടിക്കറ്റ്. നമ്മൾ ആദ്യം ട്രൈ ചെയ്യട്ടെ. വാവ്, ഇറ്റ്സ് വർക്കിംഗ്. ഓ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഒരാൾ ഉപയോഗിച്ചത് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഗ്രാസിൻ്റെ ഫ്രീ വൈഫൈ ഉണ്ട്. ഗ്രാസിൻ്റെ ഫ്രീ വൈഫൈ. Grass is this one, but this is Gods, right? Gods. Okay, whatever. വരുന്നില്ലേ നമ്മുടെ ലിഫ്റ്റ്? ഇതാണ് കേട്ടോ മറ്റേ ഇങ്ങനെ ഈ കുഴികളെ പോകുന്ന ആൾക്കാരുടെ സംഭവം. ഇതാണ് നമ്മുടെ ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് പൈസ പേ ചെയ്ത് ഇങ്ങനെ നമുക്ക് കറങ്ങി താഴെ എത്താം. കുറെ ഉണ്ടല്ലോ താഴോട്ട്. ഇതൊന്നും ഇപ്പോഴൊന്നും എത്തുന്നില്ലേ? ഇത് കുറെ ഉണ്ടല്ലോ. യെസ്, നമ്മൾ ലിഫ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ പേര് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് കേട്ടോ വന്നിറങ്ങിയത്. നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഫോട്ടോ ബോക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. ഇതെനിക്ക് തോന്നുന്നു ചൈനീസ് ടെക്നോളജി ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ സംഭവങ്ങൾ ബില്ലിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഇതുണ്ടായി. അതായത് ഒരാൾ എന്താ പറയുക, ലഹരിക്ക് അടിമയായിട്ടുള്ള, ഇവിടെ ധാരാളം പേര് ഇങ്ങനെ ലഹരിക്ക് അടിമയായിട്ടുള്ള കുറേ പേരുണ്ട്. ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് പൈസ ബെഗ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേറൊരാൾ ഒരു മദ്യക്കുപ്പി ഇങ്ങനെ വെറുതെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഒരു മദ്യക്കുപ്പി എടുത്തുകൊണ്ട് ഇങ്ങനെ വെറുതെ നടന്നു പോവുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ പൈസയൊന്നും അടയ്ക്കാതെ ഇങ്ങനെ നടന്നു പോവാണ്. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് കുറേ ഇതുപോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളാകെ ഇത്രയും കുറച്ച് സാധനങ്ങൾ എടുത്തപ്പോൾ ഇതിനെല്ലാം കൂടെ വന്നത് 1650 രൂപ. 1650 രൂപയുടെ സാധനമാണ് ഇവിടുത്തെ. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ദാണ്ടെ സോഫിയയുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു കിച്ചൺ. ഇവിടെ അവരുടെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് സോഫിയയുടെ ബോയ് ഫ്രണ്ടാണ് കേട്ടോ. സോഫിയ ആക്ച്വലി ഗർഭിണിയാണ്. അവർക്ക് 2 മാസം എന്തോ ആയിരുന്നു തോന്നുന്നു. ഇത് കണ്ടില്ലേ അവരുടെ രണ്ടൊരു പിക്ചർ. എന്ത് ക്യൂട്ടല്ലേ. സോഫിയ ലവ് ഒലിവർ. സോ നൈസ് റൈറ്റ്? സോ ക്യൂട്ട്. ഇതാണ് അവരുടെ ഒരു ചെറിയൊരു ബാൽക്കണി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്, സ്വെറ്റർ മാറ്റിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്. ഇവിടെ അവർ ഓൾറെഡി നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്ന് തോന്നുന്നു. ഹായ് ഒലിവർ. Hola. Oliver 1 and 2. Sorry? Oliver 1 and Oliver 2. It's nice to see people in the Oh, Oliver 1. Oliver's hoodie. How are you doing? You preparing food for us? Yes, actually it's Sophia, but yeah, this is some tomato sugo. We already got some leftovers from yesterday. That's what I'm gonna eat. Okay. And we will have some nice bruschetta, I guess. Okay. Thank you. Danke. 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 Yeah.
നല്ല തണുപ്പ് കേട്ടോ. മഴയൊക്കെ വന്നപ്പോ നല്ല തണുപ്പ്. ഞാന് എനിക്ക് പനി പോലെയൊക്കെ വരുന്നു. അതുകൊണ്ട് തലയും മുടിയൊക്കെ ഞാനിങ്ങനെ തട്ടയിട്ട് എഴുതിയുള്ള ഇരിക്കുകയാണ്. കരോള വീണ്ടും തണുപ്പായതുകൊണ്ട് രണ്ടാമത്തെ ഇതും കൂടെ ഇടുവാണ്. ഹായ് സോഫിയ. Hello. We didn't say hi. Hi. Yeah. You say hi. And hi bro, what's your name? Jonas. Yunus. Okay, you're from here? No, not from Austria. From Germany. Oh, you're also from Germany? Berlin. Berlin? Yes. Oh, ബെർലിൻകാരനാണ് കേട്ടോ. Berlin is very famous, yeah. Yeah. അപ്പൊ പുള്ളി ബെർലിൻകാരനാണ്. പുള്ളി ഇവരുടെ റൂംമേറ്റ് ആണ് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെയും റൂംമേറ്റ്സ് ആണ്. ഓ ദാ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടായി. Bruschetta, like ഇറ്റാലിയൻ Italian. Italian Italian. പ്രൊക്കസ്ത. The bread is not the right bread, but everything else, yes. Oh, nice. And olive oil is very important. This is the main ingredient in it. But no coconut oil? No. Okay. Out of 90% olive oil. ഒലിവ് ഓയിലിന്റെ ആൾക്കാരാണ് ഇവര്. This is all olive oil. എന്റെ അമ്മ. And more. ഒലിവ് ഓയിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഒലിവ് ഓയിലിന്റെ കച്ചവടം ഉണ്ടോ അമ്മ ഇവർക്ക്? And there's also olive oil. ദാ അവിടെയും ഒലിവ് ഓയില്. കൊള്ളാം കേട്ടോ. Yes. So And nice. Yes, this is just simple. Simple eating. പിന്നെ അവിടെ നമ്മുടെ സ്പഗറ്റി, അവിടെ ടൊമാറ്റോ ഇത്. Tomato sauce. Easy. ഞാനിവിടെ താണ്ടെ പനി പിടിക്കൂ എനിക്ക് ആയതുകൊണ്ട് കരോള എനിക്ക് തന്നെ കരോള എന്നെ ചാക്കിൽ കെട്ടി Take വെച്ചിരിക്കും. some blankets. ഇവിടെ സോക്സ് ഒക്കെ എടുപ്പിച്ച് നമ്മുടെ സ്റ്റാർട്ടർ കഴിഞ്ഞു. നമ്മുടെ പാസ്ത വന്നിട്ടുണ്ട്. So you have this, and then you. ഓക്കെ, ഇത് ഇവരുടെ ഇറ്റാലിയൻ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. വാട്ട്സ് എ നെയിം? Parmigiano. പർമിജാനോ. Bravissimo. And then Parmigiano. you put it like this. പർമിജാനോ നമ്മളിങ്ങനെ ഇടും. ഇതൊരു ചീസ് പോലത്തെ സംഭവമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ പനീറൊക്കെ പോലത്തെ ഉള്ള No, it's not like paneer. ഓക്കെ, ബട്ട് ഫോർ മീ ഇറ്റ് ലുക്സ് ലൈക്ക് യാ. No. ഓക്കെ ഓക്കെ, എന്തോ ഒരു സാധനമാണ് കേട്ടോ, പനീർ അല്ല. Yes, no. So. I said not like paneer. Yeah. Okay. So I put a lot because I like it. Oh, okay. Some put less, like some stop here. I put a little bit more. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും അതിന്റെ മുകളിൽ നമുക്ക് ഒഴിക്കാം. And then look here. Take this. കഴിക്കുന്നുണ്ടല്ലേ? Take this And and then then you you take this. And then you take this and then you get this. And then maybe if you want you can also put this. I put. മോട്ടല്ലേ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഇടാവുന്നതാണ്. ഓ കർല. I'm waiting for. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. സോഫിയുടെ അവിടെ നിന്ന് പാസ്സൊക്കെ കഴിച്ചു. സോഫിയ പ്രഗ്നന്റ് ആണ് കേട്ടോ. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു നമ്മൾ പോയത്. അവരുടെ രണ്ടുപേരും. സോഫിയ ആക്ച്വലി ഇറ്റലിക്കാരിയാണ്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇറ്റാലിയൻസ് പാസ്തയൊക്കെ ഉണ്ടാക്കി തന്നത്. സോഫിയ ഇനി 2 ദിവസം കഴിഞ്ഞ് വിളിക്കുന്നുണ്ട് വേറെ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്ന വരെ എല്ലാവർക്കും ബൈ.